ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. തംബ്നെയിലിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും വളരെ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന 10 ഹൊറർ ത്രില്ലർ സിനിമകൾ ഏതൊക്കെയെന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ചിത്രം ഡൈസിറേ. ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്തു വരുന്ന ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ഡൈസിറേ. നിലവിൽ ഷൂട്ടിംഗ് വർക്കുകൾ എല്ലാം തന്നെ പൂർത്തിയായ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നിലവിൽ നടന്നു വരികയാണ്. രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയൊരുക്കുന്ന ഡൈസിറേ നിർമ്മിക്കുന്നത് വൈനോട്ട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ചേർന്നാണ്. ഈ വരുന്ന ഒക്ടോബർ 31 ഹാലോവിൻ ദിനത്തിൽ ഡൈസിറേ തിയേറ്ററുകളിലേക്ക് എത്തും. രണ്ടാമത്തെ ചിത്രം വല. ഗഗനാചാരി എന്ന സിനിമയ്ക്ക് ശേഷം അരുൺ ചന്തു തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സയൻസ് ഫിക്ഷൻ സോംബി ഹൊറർ മൂവിയാണ് വല. ചിത്രത്തിന്റെ ഒരു ഇൻട്രോ വീഡിയോ മൂവി ടീം കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ ഇതിനോടകം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഗോകുൽ സുരേഷ്, മാധവ് സുരേഷ്, അജു വർഗീസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, അനാർക്കലി മരക്കാർ തുടങ്ങി വമ്പൻ താരനിര ഒന്നിക്കുന്ന വലയിൽ ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിന്റെ സ്വന്തം ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാറും ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നതും വല മൂവിയുടെ മറ്റൊരു പ്രത്യേകത തന്നെ. നിലവിൽ ഷൂട്ടിംഗ് വർക്കുകൾ നടന്നു വരുന്ന വല ഈ വർഷം അവസാനത്തോടു കൂടിയാവും തിയേറ്ററുകളിലേക്ക് എത്തുക. മൂന്നാമത്തെ ചിത്രം വിന്റർ 2. ജയറാം, ഭാവന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത് 2009 പുറത്തു വന്ന ഒരു ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു വിന്റർ. വിന്റർ ഇറങ്ങിയ സമയം അത്ര വിജയമൊന്നും ആയില്ലെങ്കിൽ കൂടി പിന്നീട് മലയാളത്തിൽ ഒരു അണ്ടർറേറ്റഡ് ഹൊറർ മൂവി എന്ന പ്രേക്ഷകർ വിലയിരുത്താൻ തുടങ്ങിയതിൽ പിന്നെയാണ് വിന്ററിന് ഒരു രണ്ടാം ഭാഗം ദീപു കരുണാകരൻ പ്ലാൻ ചെയ്തു തുടങ്ങിയത്. ഇതിനിടയിൽ രണ്ടാം ഭാഗത്തിന് സ്ക്രിപ്റ്റ് വർക്കുകൾ നടക്കുന്നു. ഉടൻ തന്നെ വിന്റർ 2 വർക്കുകൾ ആരംഭിക്കുമെന്ന തരത്തിലും ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. നാലാമത്തെ ചിത്രം സർവം മായ. നിവിൻ പോളിയെ നായകനാക്കി അനൂപ് സത്യൻ സംവിധാനം ചെയ്തു വരുന്ന ഒരു ഹൊറർ കോമഡി ഫാന്റസി സിനിമയാണ് സർവം മായ. നിവിൻ പോളിക്കൊപ്പം അജു വർഗീസ്, അൽതാഫ് സലീം, വിനീത്, ജനാർദ്ദനൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഈ വർഷം ക്രിസ്മസ് റിലീസായി വരുന്ന ഡിസംബർ 19 സർവം മായ തിയേറ്ററുകളിലേക്ക് എത്തും. അഞ്ചാമത്തെ ചിത്രം സുമതി വളവ്. അർജുൻ അശോകൻ, ലാല്, സൈജു കുറുപ്പ്, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിൽ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്തു വരുന്ന ഒരു ഹൊറർ ഫാന്റസി ഡ്രാമ മൂവിയാണ് സുമതി വളവ്. നിലവിൽ ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തീകരിച്ച സുമതി വളവിന്റെ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരികയാണ്. സുമതി വളവിന്റെ റിലീസ് പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. ആറാമത്തെ ചിത്രം ജാംബി. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ പിക്ചേഴ്സിന് വേണ്ടി സോഫിയ പോൾ നിർമ്മിച്ച് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരാനിരിക്കുന്ന ഒരു സോംബി ഹൊറർ മൂവിയാണ് ജാംബി. നിലവിൽ ഷൂട്ടിംഗ് വർക്കുകൾ നടന്നു വരുന്ന ജാംബിയുടെ ഒരു ഗ്ലിംസ് വീഡിയോ മൂവി ടീം പുറത്തുവിട്ടിരുന്നു. സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ കൂടി 2026 തുടക്കത്തിൽ തന്നെ ജാംബി റിലീസിനെത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏഴാമത്തെ ചിത്രം ഗിന്നസ് പക്രു, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയൻ സംവിധാനം ചെയ്ത് 2005 പുറത്തു വന്ന ഒരു ഫാന്റസി കോമഡി മൂവിയാണല്ലോ അത്ഭുത ദ്വീപ്. ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം വരുമെന്ന് സംവിധായകൻ വിനയൻ തന്നെ കൺഫേം ചെയ്തിരുന്ന കാര്യമാണ്. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഒരു ഫാന്റസി ഹൊറർ പശ്ചാത്തലത്തിലാവും അത്ഭുത ദ്വീപ് 2 ഒരുങ്ങുകയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല ഗിന്നസ് പക്രുവിനൊപ്പം ഉണ്ണി മുകുന്ദനും അത്ഭുത ദ്വീപ് 2 ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എട്ടാമത്തെ ചിത്രം അടികപ്പിയാരെ കൂട്ടമണി പാർട്ട് 2. ധ്യാൻ ശ്രീനിവാസൻ, നീരജ് മാധവ്, അജു വർഗീസ്, നമിത പ്രമോദ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജോൺ വർഗീസ് സംവിധാനം ചെയ്ത ഒരു കോമഡി ചിത്രമായിരുന്നു അടികപ്പിയാരെ കൂട്ടമണി. ചിത്രം അവസാനിക്കുന്നിടത്ത് കുറച്ച് ഹൊറർ എലമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് രണ്ടാം ഭാഗത്തിന് ലീഡ് നൽകിയാണ് അടികപ്പിയാരെ കൂട്ടമണി അവസാനിച്ചിട്ടുള്ളത്. തുടർന്ന് രണ്ടാം ഭാഗത്തിന്റെ വർക്കുകൾ ഒന്നും തന്നെ ആരംഭിച്ചില്ലെങ്കിൽ കൂടി അടികപ്പിയാരെ കൂട്ടമണിക്ക് രണ്ടാം ഭാഗം ഉണ്ടാവുമെന്നും സിനിമ ഒരു ഹൊറർ ജോണറിലാവും തയ്യാറാവുകയെന്നും മൂവി ടീം തന്നെ കൺഫേം ചെയ്തിരുന്നതാണ്. ഫ്യൂച്ചറിൽ അടികപ്പിയാരെ കൂട്ടമണി പാർട്ട് 2 വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒൻപതാമത്തെ ചിത്രം കത്തനാർ. ജയസൂര്യ നായകനാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്ത ഒരു ഹൊറർ ഫാന്റസി സിനിമയാണ് കത്തനാർ. ജയസൂര്യക്കൊപ്പം അനുഷ്ക ഷെട്ടി, പ്രഭുദേവ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കത്തനാറിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ മൂവി ടീം കംപ്ലീറ്റ് ചെയ്തതാണ്. എന്നിരുന്നാലും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്ക് നീണ്ട സമയം എടുക്കുന്നതിനാലാണ് ചിത്രം റിലീസിലേക്ക് കടക്കാത്തതെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഓണം ടൈമിൽ കത്തനാറിന്റെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വരാൻ സാധ്യതയുണ്ട്. പത്താമത്തെ ചിത്രം തെന്നിന്ത്യൻ സൂപ്പർ താരം നയൻതാരയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു പുതുമുഖ സംവിധായകൻ ഹൊറർ ഫാന്റസി ജോണറിൽ ഒരു സിനിമ ഒരുക്കാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റ് നയൻതാര തന്നെ 2025 തുടക്കത്തിൽ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. മലയാളത്തിൽ ഒരുങ്ങാനിരിക്കുന്ന ഈ സിനിമ പാനിന് റിലീസായിട്ടാവും വരികയെന്നും ഈ വർഷം അവസാനം ഈ പ്രോജക്ടിന്റെ വർക്കുകൾ ആരംഭിക്കുമെന്നുമാണ് നയൻതാര സൂചിപ്പിച്ചിട്ടുള്ളത്.